എൻ പ്രശാന്ത് IAS-നെതിരായ രണ്ടാമത്തെ സസ്പെൻഷൻ ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയെന്നും സർക്കാർ നയങ്ങളെയും പദ്ധതികളെയും വിമർശിച്ചുവെന്നും അനുമതിയില്ലാതെ മാധ്യമങ്ങൾ സംസാരിച്ചുവെന്നും അടക്കം സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നുണ്ട്. B. അശോകിനെതിരെയും സമാനമായ കാരണങ്ങൾ പറഞ്ഞായിരുന്നു നടപടിയെടുത്തത്. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അജ്മൽ, സസ്പെൻഷനിലിരിക്കെ വീണ്ടും സസ്പെൻഷൻ, എന്തൊക്കെ കാരണങ്ങൾ ഈ ഉത്തരവിൽ വിശദമായി തന്നെ സർക്കാർ പറയുന്നുണ്ട്? ഇന്നലെ രാത്രിയാണ് IAS ഉദ്യോഗസ്ഥനായ എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി സസ്പെൻഷനിലായിരുന്നു. ആ സസ്പെൻഷൻ നിലനിൽക്കെയാണ് മറ്റൊരു സസ്പെൻഷൻ ഉത്തരവ് കൂടി പ്രശാന്തിനെതിരെ പുറത്തിറക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇതേ ചീഫ് സെക്രട്ടറി തന്നെ ഉത്തരവിറക്കിയ B. അശോക് കുമാർ IAS-നെതിരെ ഉന്നയിച്ച അതേ കാരണങ്ങൾ തന്നെയാണ്. സർവീസ് ചട്ട ലംഘനം നടത്തി, അതുകൂടാതെ സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിനെയും സർക്കാർ നയങ്ങളെയും വിമർശിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി, അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കും വിധം പ്രവർത്തിച്ചു, അതോടൊപ്പം അനുമതിയില്ലാതെ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി. ഇങ്ങനെ നീളുന്നു ഈ പ്രശാന്തിനെതിരെയും കഴിഞ്ഞ ദിവസം B. അശോകിനെതിരെയും ഉന്നയിച്ച ആരോപണങ്ങൾ. അതേ ആരോപണങ്ങൾ ഇവിടെയും ഈ സസ്പെൻഷൻ ഉത്തരവിലും ആവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഇവിടെ ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഏതായാലും മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന കാരണം പറഞ്ഞ് 2024 നവംബറിൽ ഇദ്ദേഹത്തെ ഈ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയെന്നോളം 8 തവണയാണ് സസ്പെൻഷൻ നടപടികൾ പ്രശാന്തിനെതിരെ സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കും വിധം സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടത്തി പ്രശാന്ത് എന്ന് കാട്ടിക്കൊണ്ട് ഇപ്പോൾ മറ്റൊരു സസ്പെൻഷൻ കൂടി പ്രശാന്തിന് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നതില്ല, കഴിഞ്ഞ ദിവസം ബിജു പ്രഭാകറിന്റെ പുസ്തക പ്രകാശന വേളയിലും ഇതേ മാതൃകയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്ന വിധത്തിൽ പ്രശാന്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പ്രശാന്തിന്റെ ഏറ്റവും പ്രധാനമായ വിമർശനം എന്ന് പറയുന്നത്, സർക്കാർ സർവീസിലിരിക്കുന്നവർക്കും ഭരണഘടനയുടെ 19 ആർട്ടിക്കിൾ 1 പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതുകൂടി അനുവദിച്ചു നൽകിയാൽ സർക്കാർ സംവിധാനങ്ങൾക്ക് കൂടുതൽ സുതാര്യത വരുമെന്നായിരുന്നു. ഏതായാലും അത്തരം വിമർശനങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അശോകിന്റെ സസ്പെൻഷനെ സമൂഹ മാധ്യമങ്ങൾ വിമർശിച്ച കൂടി പശ്ചാത്തലത്തിലാണ് നിലവിൽ മറ്റൊരു സസ്പെൻഷൻ കൂടി ചീഫ് സെക്രട്ടറി പ്രശാന്തിനെതിരെ നിലവിൽ ഇറക്കിയിരിക്കുന്നതിൽ. ശരി, ഇന്നലെ രാത്രിയാണ് എൻ പ്രശാന്ത് IAS-നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. ആ ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. അതിലെ വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.